ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഈ ട്രിപ്പ് ബട്ടൺ ഇല്ലാത്തതുകൊണ്ട് ഇത് വെള്ളം കയറി വാട്ടർ ഡാമേജ് ആയിട്ടുള്ള ഒരു മീറ്ററാണ്. ഇത് എക്സ്പൾസ് 200, അതായത് ഹീറോ എക്സ്പൾസ് 200 ഒരു മീറ്ററാണ്. ഈ നമ്മുടെ ട്രിപ്പ് ബട്ടൺ, അതായത് ആ ട്രിപ്പ് റബ്ബർ ഇല്ലെങ്കിൽ ഇതിൽ വെള്ളം കയറിയിട്ട് ഇത് ബോർഡ് ഷോർട്ട് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ട്രിപ്പ് ബട്ടൺ അഥവാ റബ്ബർ ഇല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം മീറ്റർ ഡിസ്കണക്ട് ചെയ്യുക. നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുക. എന്നിട്ട് ആ റബ്ബർ ഇട്ടതിൻ്റെ ശേഷം മാത്രം ആ കണക്ഷൻ കൊടുത്താൽ മതി. ഇത് കണ്ട, ഇതിൽ പകുതി ഡിജിറ്റ് മാത്രം കാണുന്നുള്ളൂ. ഇത് ഫുള്ളായിട്ട് ഡിജിറ്റ് കാണുന്നില്ല, പകുതി ഡിജിറ്റ് മാത്രം കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം ബോർഡ് എന്താ, അതിന് ഇനി ബോർഡിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കണ്ട പോലെ തന്നെ യാതൊരു വാട്ടർ ഡാമേജും ഈ ബോർഡിൽ കാണുന്നില്ല. അപ്പോൾ ഞാനൊരു ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ PNP ട്രാൻസിസ്റ്ററിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു ഷോർട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രാൻസിസ്റ്റർ ഞാൻ കഴിച്ചെടുത്ത് ഇപ്പോൾ ഇതാ വേറെ ട്രാൻസിസ്റ്റർ ആയിട്ട് സോൾഡർ ചെയ്യുന്നുണ്ട്. ആ സോൾഡർ ചെയ്തതിൻ്റെ ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ നോക്കി നോക്കാം. ആ ട്രാൻസിസ്റ്ററിൻ്റെ പ്രശ്നം കൊണ്ട് ഇനി എല്ലാം ഷോർട്ട് കാണിക്കുന്നുണ്ടോ ഒന്നും കൂടി നോക്കാം. ഓക്കെ ഗൈസ്, ഞാനിപ്പം ഫുള്ള് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ PF കാര്യങ്ങളെല്ലാം ഷോർട്ടാണ് കാണിക്കുന്നത്. PFും കാര്യങ്ങൾ ഷോർട്ട് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ മെയിൻ ഈ മദറൈസിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാവുന്ന തോന്നുന്നു എനിക്ക്. ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ്, എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മദറൈസിയാണ് ഷോർട്ട്. വാട്ടർ ഡാമേജ് ആയിട്ട് മദറൈസി ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. ചില വീഡിയോസിൽ ചില ആൾ പറയാറുണ്ട് വാട്ടർ ഡാമേജ് ആയാലും ഇനി പവർ സപ്ലൈ കൂടുതലായി കഴിഞ്ഞാലും ആദ്യം PF ആണ് അടിച്ചു പോവുക, എന്നിട്ടാണ് മദറൈസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ PF ഉള്ളത് എന്നുള്ളത്. പക്ഷേ ഇതങ്ങനെയല്ല, നേരെ തിരിച്ചിട്ടാണ്. ആദ്യം അടിച്ചു പോകാൻ മദറൈസി. നിങ്ങൾ പവർ കൂടുതൽ വന്നു കഴിഞ്ഞാലും ഇനി എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും മദറൈസി അടിച്ചു പോകാം. ഓക്കെ, ഞാൻ ഇപ്പോൾ മദറൈസി ഞാൻ ഇവിടെ മാറ്റിയിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു IC ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഷോർട്ട് കാണിക്കുന്നില്ല. നമുക്ക് ഡിസ്പ്ലേയിൽ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ഇത് ഓൺ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, റെഡി. ഇത്രേ ഉള്ളൂ പ്രശ്നം. മദറൈസിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പം വെള്ളം കയറിയിട്ട് ഷോർട്ടായതിൻ്റെ പ്രശ്നമാണ് ഇത്, ഈ മദറൈസി അടിച്ചു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രിപ്പ് ബട്ടൺ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ട്രിപ്പ് ബട്ടൺ ഒന്ന് മാറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മീറ്ററിൻ്റെ കണക്ഷൻ ഊരി എടുക്കുക, അങ്ങനെ തന്നെ വണ്ടി ഓടിക്കുക കണക്ഷൻ ഊരിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മദർ ബോർഡ് മാറ്റേണ്ടി വരും. IC എല്ലാ വണ്ടീൻ്റെ IC കിട്ടാനുള്ള സാധ്യത കുറവാണ്. അത് മദർ ബോർഡ് ഫുള്ള് സെറ്റായിട്ടേ കിട്ടും, അത് മാറ്റേണ്ടി വരും. അപ്പം ഗൈസ്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്നും കൂടി ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഡൺ. യാതൊരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.